സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അടിച്ച് ഹലോ, അപ്പം നമ്മൾ ഇന്നൊരു ഫോട്ടോഷൂട്ടിന് പോകാട്ടോ. തെക്കും നിലയിൽ നമുക്ക് എല്ലാ പരിപാടിയും അവിടെ തന്നെയല്ലേ ഉള്ളൂ. അപ്പത്തി ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഞാനൊരു യെല്ലോ ടീഷർട്ട് കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 ഡ്രസ്സിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്കെന്തായാലും ഈ കോലത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ എനിക്കൊരു ചമ്മൽ പോലെ, കൊച്ചിയിലെ പോലെയല്ല. നമുക്ക് ഇവിടെ കുറേ ആൾക്കാരൊക്കെ അപ്പോൾ ഞാൻ എന്താക്കി ഇതിൻ്റെ മേലെ കൂടെ പർദ്ദ ഇട്ടിട്ടായിരിക്കും ഞാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നത് കണ്ടു. ടീഷർട്ടൊക്കെ ഇട്ടിട്ടേക്ക് ആദ്യം ഷർട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുക്കും, പിന്നെ നമ്മൾ ടീഷർട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ നമുക്കിനി തെക്കുംതലയിൽ ഫോട്ടോഷൂട്ടിൽ വെച്ച് കാണാം. ടാറ്റാ. ഫോട്ടോഗ്രാഫർ നിങ്ങളെല്ലാവരും എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ട്, പുള്ളിക്കാരീനെ. അപ്പോൾ ഇത് എൻ്റെ മൂത്തമ്മ എവിടെ? അതാണ് മൂത്തുമ്മ, പുള്ളിക്കാരിയുടെ ഉമ്മ. എൻ്റെ ഉമ്മയും വരുന്നുണ്ട്. അവർ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കുറുമട്ടക്ക വൈൽഡ് ബെറീസ് ഫിസിയാലിസോ ആ സാധനം പെറുക്കാൻ പോകുന്നു. ഞങ്ങൾ ഫോട്ടോഷൂട്ട് പോകും. അപ്പോൾ ബാക്കി അവിടെ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുന്നു ഗായ്സ്. ഇതാണ് സ്ഥലം കേട്ടോ. ഛേ കണ്ടോ? അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇതൊക്കെ ഇല്ല, എഡിറ്റ് ചെയ്യില്ല. ഞാനിതിങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യും. ഞാൻ എഡിറ്റ് ചെയ്യാറേ ഇല്ല. ഞാൻ എല്ലാം അങ്ങനെ തന്നെ ഇടറോ. അപ്പോൾ നമ്മൾ നടന്ന് നീങ്ങുന്നു ഗായ്സ്. ഇത് സോളാർ. അയ്യോ, നമ്മളോട് ആ തമിഴ്നാട്ടിലെ ചേട്ടന്മാർ സോളാറിൻ്റെ വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല. കാരണം ഓൾറെഡി എൻ്റെ ഫ്രണ്ടിനെ അവർ ഇൻവൈറ്റ് ചെയ്ത സ്ഥിതിക്ക് പിന്നെ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ. ക്യാമറമാൻ ക്യാമറ ശരിയാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാനും ഒന്ന് റെഡിയൊക്കെ ആയിട്ട് ഒന്ന് പോസൊക്കെ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ അതെടുത്തിട്ട് കാണാം. നമ്മൾ ലൊക്കേഷൻ മാറ്റി ഗൈസ്. അവിടെ ഭയങ്കര വെയിൽ, ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല. സോ ക്യാമറമാനും ഞാനും വഴി നീട്ടി 2 പിള്ളേരും ഞങ്ങൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഇത് ടാൻ അടിച്ചു തുടങ്ങി. സുസുമോൻ പോവല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. വേറൊരു ഫുള്ള് കഴിഞ്ഞിട്ടില്ല. നമ്മൾ വേറൊരു ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കരുതി ഈ സമയത്ത് ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന്. എന്താ ഈ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ജീൻസൊക്കെ ഇട്ട് നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ നാട്ടുകാർ എന്താണെന്നറിയില്ല, ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടാൽ ഇവർ വിചാരിക്കുന്നത് നമ്മൾ തുണിയില്ലാണ്ട് ഫോട്ടോ എടുക്കുന്ന രീതിക്കാണ് ചിലവരുടെ നോട്ടമൊക്കെ. അപ്പോൾ അസ്തഗ്ഫിറുല്ലാ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് പിന്നെ പെട്ടെന്ന് പർദ്ദയൊക്കെ ഇട്ടു. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും അടുത്തത്. അപ്പോൾ നമ്മൾ ആ സൈഡിലാട്ടോ വണ്ടി പാർക്ക് ചെയ്തത് നേരത്തെ. ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ ഓടിയിട്ടു അവിടെ നിന്ന് ആൾക്കാരെ കണ്ടപ്പോൾ. അപ്പോൾ ഓക്കെ, ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. പുള്ളിക്കാർ പറഞ്ഞു ഫോട്ടോ അല്ല പോട്ട് ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഫോട്ടോന് ഫോട്ടം എന്നാ പറയുന്നത്. ഫോട്ടം. സോ ഒരു 5 നിമിഷത്തേക്ക് ഞാൻ ഈ ക്യാമറ എൻ്റെ ഒരു ഫ്രണ്ടിന് കൈമാറും. അവൻ്റെ വായിന്ന് ഇനി വ്ളോഗ് വരാം. ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാമറമാൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഹെലിപ്പാഡിലാണുള്ളത്. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടിന് വന്നായിരുന്നു. നമ്മുടെ പക്കൂന് വെയിലൊക്കെ അലർജി ഉള്ളതുകൊണ്ട് മുഖമൊക്കെ മൂടിയിട്ടാണ് വരുന്നത്. നമുക്ക് കൂടെ ഉള്ളവരൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ കൂടെ ഉള്ള ആളാണ്. ഫോട്ടോ എടുത്തിട്ട് അവൻ ഫോട്ടോന്റെ പിരാന്തനാണ്. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി. ഇത് കാണുന്നില്ല, ക്ലിയർ ഇല്ല നമുക്ക്. അപ്പം നമ്മളെടുത്ത ഫോട്ടോസൊക്കെ ഇതാണ്. കുറച്ച് മാത്രമേ എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആയി പോകും വീഡിയോ. അപ്പം നമുക്കിനി ലൈറ്റ് ഹൗസിലോട്ടാണ് പോകേണ്ടത്. അപ്പം നമുക്കിനി ലൈറ്റ് ഹൗസിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് റോയൽ മെക്ക് അല്ലേ? ചാർജ് വേണ്ടിണ്ട്. ടിക്കറ്റ് കാണിച്ചു. ഇതാണ് ഇതിവിടുത്തെ ടിക്കറ്റ്. ഒരാൾക്ക് എത്രയാ? ഒരാൾക്ക് 10 രൂപ. പിന്നെ പ്ലസ് മൊബൈലിന്റെ പിന്നെ മൊബൈലിന്റെ.
ടാറ്റാ. ഫസ്റ്റ് വിൻഡോ, സെക്കൻഡ് വിൻഡോ. ഇതിപ്പോ 100ാമത്തെ പടിയായി നമ്മൾ കയറി വന്നിട്ട്. തേർഡ് വിൻഡോ. തല ഇറങ്ങാനൊക്കെ തുടങ്ങി. ഓക്കെ, ഇപ്പൊ നമ്മ 150ാമത്തെ സ്റ്റെപ്പിലെത്തി. നോക്കിക്കേ, മാഷാ അല്ലാഹ്. പണ്ട് ഉപ്പയുടെ കൂടെ വന്ന ഓർമ്മയുള്ളൂ. കണ്ടോ, അപ്പുറത്ത് കടൽ കാണുന്നുണ്ട്. എല്ലാ ഹൈറ്റും എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചില ഹൈറ്റൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതിൻ്റെ മണ്ടയിലെത്തിയപ്പോൾ തന്നെ എൻ്റെ ഉള്ള ജീവനങ്ങ് ഇങ്ങ് പോകാൻ തുടങ്ങി. പക്ഷേ എന്തായാലും ഇതിൻ്റെ മേലെ കയറി. അപ്പോൾ പിന്നെ ഇതിൻ്റെ മേലെയുള്ള വ്യൂസൊക്കെ എടുത്തിട്ട് വേണ്ട താഴോട്ട് ഇറങ്ങാൻ, അല്ലെങ്കിൽ അതൊരു നഷ്ടമാവില്ലേ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് ഞാൻ സെൽഫി സ്റ്റിക്ക് എടുത്തത് എൻ്റെ ഭാഗ്യം കേട്ടോ. അപ്പോൾ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ സെൽഫി സ്റ്റിക്ക് നീട്ടി കൊടുത്തിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. അതിനിടയിൽ എൻ്റെ വീഡിയോ പകർത്തിയ കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് ഞാനതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെ കൊടുക്കാൻ മാറ്റും. ട്രോൾ ചെയ്ത് ദയവ് ചെയ്ത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അതിമനോഹരമായ ഗ്രാമം. വഴിയിൽ പോകുന്നത് രണ്ടുപേരും നമ്മളെ വിളിച്ച് നടന്നോട്ടെ. ഇങ്ങനെയാണ് കൊല്ലക്കം. നാം അതിൻ്റെ മുകളിലായി നടക്കാം. ഈസ്റ്റേൺ സൈഡ് ജെട്ടി. ചുറ്റും എടുത്തിട്ട് വരാല്ലേ. നമ്മുടെ പക്കുവിന്റെ പേടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ഹൗസ് കയറാൻ വന്നപ്പോ നമ്മുടെ യൂട്യൂബറിന്റെ ലക്ഷദ്വീപുകാരുടെ പേടി നമുക്ക് ഇന്ന് ചെറുതായിട്ടൊന്ന് കാണാം. ഒരു മിനിറ്റ് സ്റ്റെപ്പ് വെക്കുന്നവർക്ക് നോക്കിക്കോളൂ. നോക്കിക്കോളൂ, അങ്ങനെ ചെറുതായിട്ട് പോരട്ടെ കുറച്ച് പേടി. തള്ളിത്തരാല ഫുട്ബോൾ കളിക്കണ പിന്നെ പറയൂ. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ മെയിൻ ഡാൻസർ. എവിടെ മജീദ്? ഇങ്ങോട്ട് വരൂ. മജീദിന്റെ ഫേസ് ഒന്ന് കാണിച്ച്. സെക്കൻഡ് ഡാൻസർ. പ്രത്യേകിച്ച് കാണിക്കാൻ ഈ വ്യൂസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാ ചുറ്റിലും എടുക്കാൻ നോക്കി. എൻ്റെ പേടി അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ മാക്സിമം എടുക്കാൻ നോക്കി. അപ്പം നമ്മൾ കുറച്ച് കുട്ടികളെ കണ്ടു. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. യൂട്യൂബിനെ കുറിച്ച് കേട്ടിട്ടില്ല, ഇപ്പോൾ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാം കേട്ടോ. എൻ്റെ ചാനൽ കണ്ടിനി, കേക്ക് ഉണ്ടാക്കണ്ടേ കണ്ടിനി. എൻ്റെ കേക്ക് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. കൊള്ളാവോ? പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്താ പേര്? എന്റെ ചാനലിന്റെ പേര് എന്താണെന്നറിയോ? കണ്ടിട്ടുണ്ടോ വീഡിയോസ് ഒക്കെ? എന്താ ചെയ്യുന്ന? പഠിക്കുവാണ് എല്ലാവരും? എന്ത് പഠിക്കുക? 10th ബോർഡ് എക്സാം അല്ലേ? എങ്ങനെയുണ്ട് 10ാം ക്ലാസ്സിലെ അനുഭവം? സെൻഡ് ഓഫ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല. ഓക്കെ. അപ്പോൾ കുട്ടികൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങ് ആ വീഡിയോ എടുക്കുന്നങ്ങ് നിർത്തിയത്. അപ്പം ഇവിടെ ഈ വ്യൂസൊക്കെ ഇടുമെന്ന് നിങ്ങൾക്ക് അറിയാം. എത്ര കാണിച്ചാൽ ഈ തെങ്ങുകൾ മാത്രമേ കാണുള്ളൂ എന്നറിയാം. പിന്നെ ഞാൻ കരുതി എൻ്റെ വീടുള്ള സ്ഥലമൊന്ന് നോക്കി കണ്ടുപിടിക്കാമെന്ന്. പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ടവറിന് അങ്ങാണ്ടുള്ളതാണ് വീടിട്ട്. അപ്പം നമ്മൾ താഴെ ഇറങ്ങാനുള്ള ടൈമായി. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എൻ്റെ കാലൊക്കെ ഇങ്ങനെ ഒരു മാതിരി ആവുന്നുണ്ട് ഈ ഹൈറ്റൊക്കെ കാണുമ്പോൾ. അപ്പം നമുക്ക് ഞാൻ തിരിച്ചു അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ലൈറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങൾ. ഞാനും എൻ്റെ ക്ലാസ്മേറ്റ്സും കൂടെ പോയത്. താഴെ ഇറങ്ങുമ്പോഴും കാലൊക്കെ മുട്ടും വിറയ്ക്കുന്നുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്ത എന്തോ ഒരു പേടി. ചില ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ ചില ഹൈറ്റൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഹൈറ്റിൽ പോകുന്നതൊക്കെ.
അപ്പോൾ നമുക്ക് ഇനി ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗുമായിട്ട് കാണാം. ഇത് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ കുറേ നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ ഈ വ്ളോഗ് കുറേ നാളായിട്ട് ഇടണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ബൈ.